നമ്മൾ കുഴിച്ച് വെക്കാതെ തന്നെ നമുക്ക് ഉണ്ടായി കിട്ടുന്ന പാവയ്ക്ക. പക്ഷെ ഒരു കാര്യമുണ്ട്, നിറച്ച് പാവയ്ക്കയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടോ, എന്തോ ഒരു കേട് മൂടി ഇടാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. കണ്ടോ, എന്തോ ഒരു കേട്. അതുപോലെ തന്നെ ഇത് വെള്ളിച്ചയുണ്ട് ഇവിടെ നിറച്ച്. അപ്പോൾ കുത്തുന്നതാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് മഞ്ഞച്ച് പോകുന്നു. അവിടെയും കൂടെ ഉണ്ട് ഒരു ചെറിയ പാവയ്ക്ക. അപ്പൊ ഇത് കണ്ടോ, ഇത് മൊത്തം കുത്തി വെച്ചേക്കുവാണ്. കണ്ടോ, മുഴുവൻ പക്ഷെ ഉണ്ടാവുന്നുണ്ട്. നട്ടതല്ലേലും തനിയെ കിളുത്ത് വന്നാലും ഉണ്ടാവുന്നുണ്ട്. കുത്തിപ്പോകുന്നു. ഇനി ഒന്ന് മൂടിയിട്ട് കൊടുക്കാമെന്ന് ഇങ്ങനെ ഓർക്കുന്നു. പാവയ്ക്കാണെങ്കിലും നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നേ. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാതെ കിളുത്ത് വന്ന സാധനം, പക്ഷെ മുഴുവൻ പോവുക. അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അടുത്ത് നിൽക്കട്ടെ. ചുവട് നമ്മുടെ അവിടെയല്ല, ചുവട് അപ്പുറത്ത് നിന്ന് കിളുത്ത് വന്നേക്കുന്നത്. നമ്മുടെ സാധനം അപ്പുറത്ത് വീണിട്ട് അവിടെ നിന്ന് കിളുത്ത് വന്നേക്കുവാണ്. പക്ഷെ എല്ലാവർക്കും എടുക്കാമല്ലോ. അവർക്കും എടുക്കാം, നമുക്കും എടുക്കാം, എല്ലാവർക്കും എടുക്കാം. അപ്പോൾ അതൊന്ന് ശരിയായി കിട്ടുമോ എന്നൊരു ഡൗട്ടാണ്. അങ്ങനത്തെ ഒരു വിഷമമുണ്ട്. നമുക്ക് നോക്കാം. നമുക്കിന്ന് ഞാൻ വന്നതെന്നാന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു വിളവെടുപ്പിലേക്ക് പോവാം. വിളവെടുക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് നാളായത് അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഒറ്റ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ട് നമ്മുടെ കുമ്പളം ഇങ്ങനെ പടന്ന് കയറി കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ഓണത്തിന് മുന്നേ ഒക്കെ പടന്ന് കിടക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇതുവരെ ഒരെണ്ണം പറിച്ചു കേട്ടോ. ഒരു ചെറുതുണ്ടായിരുന്നു, അത് നമ്മൾ പറിച്ച് മോര് കാച്ചാനായിട്ട് പറിച്ചെടുത്തു. അപ്പോൾ താഴെ ഇറങ്ങി ചെന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിളവെടുത്തിട്ട് വരാം. നമുക്ക് നോക്കാൻ പോയിട്ട്. അപ്പം നമുക്കൊന്ന് ചെന്ന് നോക്കാം, ഉണ്ടോ ഇല്ലെന്നറിയാം. ഉണ്ടെങ്കിൽ പറിച്ചെടുക്കാം. ഇത് കണ്ടോ, അതിൻ്റെ ഇടക്കാണ്. ഇതൊന്ന് കാണിച്ചേക്കാന്ന് വെച്ച്. ഇത് കണ്ടോ, ഈ ഒരു മുല്ല നോക്കി, ഇതിൻ്റെ മൊട്ട് നോക്കി. മുല്ലപ്പൂവിനേക്കാളും ഭംഗി ഇതിൻ്റെ മൊട്ടാണ്. കണ്ടോ, നിറച്ച് മൊട്ട ഉണ്ടായി നിന്ന് അതൊരു പ്രത്യേക ഭംഗിയാണ്. കണ്ടോ, അവിടെ 2-3 ചെടിയുണ്ട് വേറെ വേറെ ആയിട്ട്. അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ കുമ്പളങ്ങ വിളവെടുക്കാം. അത് കണ്ടോ, ഒരു കുമ്പളങ്ങ അവിടെ ഉണ്ടായി കിടപ്പുണ്ട്. ഒത്തിരി വലുതൊന്നുമല്ല, ചെറുതാണ്. എന്നാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ആകുമ്പോൾ അതൊരു പ്രത്യേകതയല്ലേ. കണ്ടോ, അതുണ്ട്. പിന്നെ ഇത് ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ 2 എണ്ണമായി. ഇതേ വേറെ ഒരെണ്ണമുണ്ട്. കണ്ടോ, അവിടെ വലുതായിട്ടില്ല, ആകുന്നേ ഉള്ളു. അപ്പം നമ്മൾ ഒരാൾ വിളവെടുക്കണമെന്ന് പറഞ്ഞ് വന്ന് നിൽക്കുവാണ്. ഉണ്ടോ, ചിരി കണ്ടോ. ആൾക്ക് വേണം വിളവെടുക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസമായി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ താഴോട്ട് ഇറങ്ങാൻ സമയമില്ലായിരുന്നു. ആ മേളിൽ നിന്ന് അപ്പുറേക്ക് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി വരണം. അപ്പോൾ അതിനുള്ള സമയം ഇല്ലായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ചുമ്മാ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം കുമ്പളങ്ങയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതും നട്ടതല്ല കേട്ടോ, ഇതും തന്നെ കിളുത്ത് ഉണ്ടായതാണ്. അറിയാവോ കുഞ്ഞിനെടുക്കാൻ? അവിടുന്ന് കട്ട് ചെയ്തെടുക്കാൻ. അമ്മ എടുക്കാൻ. ഇവിടെ കട്ട് ചെയ്താൽ വരത്തില്ല പൊന്നെ. ഇതാ കുഞ്ഞ് പിടിച്ചോ, കുഞ്ഞ് അവത്തെ പിടിച്ചോ. ചെയ്യാൻ പാടാ കുഞ്ഞ്. ഈ കത്രി ചെറിയ കത്രിയല്ലേ. നമുക്ക് ആ കത്രിക കൊണ്ട് മുറിക്കത്തില്ലായിരുന്നു. കണ്ടോ, ഇതാകുമ്പോൾ പെട്ടെന്ന് എടുക്കാം കേട്ടോ. അതുകൊണ്ട് വേറെ കത്രിക എടുത്തോണ്ട് വന്നതാണ് നമ്മൾ. കണ്ടോ, അപ്പോൾ ഇതുകൊണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, വേഗം കട്ട് ചെയ്തെടുക്കാം. അതെടുത്ത് നമ്മൾ അവിടെ വെച്ചു. ഇത് നമ്മുടെ വഴുതനയാണ്. പക്ഷെ എന്ത് ചെയ്താൽ നമുക്ക് വഴുതനങ്ങ ഉണ്ടാകാനായിട്ട് ഭയങ്കര പാടാണ്. ഇത് കണ്ടോ, കുറേ നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്ത് ചെയ്താൽ ഈ സാധനത്തെ ഉണ്ടാകുന്നില്ല. പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ വഴുതന ഉണ്ടാകുന്നില്ല. ഇതുപോലെ നിൽപ്പുണ്ട്, പക്ഷെ ഉണ്ടാകുന്നില്ല. ഈ കപ്പ ഏതാണെന്നറിയാവോ?
നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു കപ്പ തണ്ട് മുറിക്കാതെ കിടന്ന് കിളുത്തപ്പോൾ നേരെ എടുത്തുകൊണ്ട് വന്ന് കുഴിച്ച് വെച്ചതാണ്. അത് പക്ഷേ അത്യാവശ്യം വലുതായിട്ടുണ്ട്. പൂവും കായൊക്കെ ആയി വരുന്നു. പൂവൊക്കെ ആയിട്ടുണ്ട്, കായും ചെറുതാണ്. അപ്പോൾ മൂക്കാറായി വരുവാണ്. പറിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ വെച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചിലവർ കമൻറ്റ് വിട്ടായിരുന്നു ഇതുപോലെ ഉള്ള കപ്പ ഉണ്ടാകുമോയെന്ന്. എന്നുവെച്ചാൽ നീളത്തിൽ നമ്മൾ മുറിക്കാതെ നീളത്തിൽ വെച്ച കപ്പ ഉണ്ടാകുമെന്ന് ഡൗട്ടായിരുന്നു. അപ്പോൾ ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഡൗട്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് കിള്ളിയൊക്കെ നോക്കും. ഈ കുഞ്ഞു പിള്ളേർ കിള്ളി നോക്കുകയല്ലേ, കിളുത്തോ അല്ലെങ്കിൽ ഉണ്ടായോന്ന്. അതുപോലത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് കിള്ളിയൊക്കെ നോക്കിയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം മൂക്കട്ടേന്ന് ഓർത്തിട്ടാണ് പറിക്കാത്തത്. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, പക്ഷെ അത് പഴുത്ത് പോയെന്ന് തോന്നുന്നു, കൊള്ളാതെയായിപ്പോയി. കണ്ടോ അത് കൊള്ളാതെയായിപ്പോയത്. നമുക്കൊന്ന് മുറിച്ചെടുക്കാം. എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ ആയി പോയത്. കണ്ടോ, ചീത്തയായതാണോ വെള്ളിച്ച കുത്തിയ? വെള്ളിച്ച ഇതിന് ഇത് ചീത്തയായി കേട്ടോ. ഇത് കണ്ടോ, നെഞ്ഞു കൊള്ളുന്നുണ്ടോ? ഇത് കൊള്ളുകയില്ല, അത് നമുക്ക് കളയാം. ഇടയ്ക്ക് കിടന്നിട്ടാണോന്നറിയില്ല, അത് ചീത്തയായി പോയി. എന്നാന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാവോ? ഇത് കണ്ടോ കിടക്കുന്നേ. അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്നുമില്ലെന്നാണ് ഓർത്തത്, എന്നാലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടോയെന്ന് ഡൗട്ടാണ്. നമുക്കൊന്നുകൂടെ ഒന്ന് തപ്പിയൊക്കെ നോക്കാം. ചെറുതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഉണ്ടായി കിടക്കുന്നേ. അതുപോലെ തന്നെ മേളിലൊരെണ്ണം, ഏറ്റവും മേളിലൊരെണ്ണം ഒരുമാതിരി മുഴുത്തും ഉണ്ടായിട്ടുണ്ട്. അത് കാണിക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. എൻ്റെ ഇടയ്ക്കൂടെ കാണുന്നുണ്ടോയെന്നറിയില്ല. ചെറുതായിട്ട് കാണാം. ഈ കിടക്കുന്നേ ആണ്. അങ്ങനെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടോയെന്ന് തപ്പി നോക്കണം. ഇത് കണ്ടാൽ നമ്മൾ ഓർക്കും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷെ അത്ര ഒന്നുമില്ല. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ പറിച്ചു വരണം. നേരത്തെ പറിച്ചപ്പോൾ 2. ഇപ്പോൾ അവിടെ കിടക്കുന്നത് കിടക്കുന്നതൊക്കെ 3, 4, 5, 6, 7 എണ്ണം ഉണ്ട് കേട്ടോ. അത്രയൊക്കെ മതി ഒരു വീട്ടിലെ ആവശ്യത്തിന്. അതൊക്കെ പോരെ, ധാരാളം അല്ലേ. 7 എണ്ണം ഉണ്ട്. 7 1 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ ചേനയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു, ചേന കുഴിച്ച് വെക്കുന്നതൊക്കെ ആയിട്ട്. ചേനയൊക്കെ കിളുത്തിട്ടുണ്ട്, പറിക്കാറായി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് എനിക്കിതൊക്കെ കുഴിച്ച് വെക്കാനും ഇതൊക്കെ ചെയ്യാനും തോന്നിയത്. അതുകൊണ്ടാവട്ടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നി ഇങ്ങനെ കുഴിച്ച് വെക്കാൻ തോന്നിയാൽ അതൊരു സന്തോഷമല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിളവെടുക്കുന്നതും ഇതൊക്കെ കുഴിച്ച് വെച്ചതും ഇതുപോലെ കിളുത്ത് നിൽക്കുന്നതും. ഞാൻ ഇതുപോലെയൊക്കെ നേരത്തെ ഓർത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് അയ്യോ ഇതുപോലെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അന്ന് വാടകയ്ക്കായിരുന്നു, സ്ഥലമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അതാ ഇങ്ങനെയൊക്കെ തുടങ്ങിയത്. വലിയ കൃഷിക്കാരത്തിയൊന്നുമല്ല, അത്യാവശ്യം കിട്ടുന്ന സമയത്തൊക്കെ ഓരോന്നെ കുഴിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ബാക്കി കുമ്പളങ്ങയൊക്കെ നമുക്ക് പിന്നീട് പറിക്കാം. മൂത്തിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ബായ്.